നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയാലോ? ഇത് 90s കിഡ്സിനൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ പരമ്പരാഗതമായ രീതി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഷ്യൂസ് ഞങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതിമൊക്കെ എണ്ണത്തിന് തീരുമാനമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടയിൽ നിന്നും കൂടി കുറച്ച് വാങ്ങിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരിയും കാഷ്യൂ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഗോൾഡിഷ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നാലാണ് ആ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടിയാൽ അതിൻ്റെ ടേസ്റ്റും ആ കളറൊക്കെ എൻഹാൻസ് ചെയ്ത് നിൽക്കുള്ളൂ. പിന്നെ ശർക്കരയും തേങ്ങയും കൂടി വേണം. ഇനി നമുക്കിത് നന്നായിട്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കണം. ഫസ്റ്റ് അരി പൊടിക്കുക, അത് നല്ല സ്മൂത്ത് പൊടിയായിട്ട് വേണം. അണ്ടിപ്പരിപ്പ് പൊടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ ഈ അണ്ടിപ്പുട്ടിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുക, കടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ. പിന്നെ ശർക്കരയും തേങ്ങയും കൂടി ഒരുമിച്ചിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ഒരു പേസ്റ്റ് ആയിട്ട് കിട്ടും. അത് നമുക്ക് ഈ മിക്സിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് വേണ്ട ഷേപ്പിലാക്കാം. ആൻഡ് നമ്മുടെ അണ്ടിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ആൻഡ് ബൈ.